ഹലോ, തായ്ലൻഡിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ടൈഗർ ടോപ്പിയൊക്കെയാണ് കേട്ടോ. ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞത് ഒരു സൂ ആണ്. അപ്പോൾ ആ സൂവിന് കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് ഞാൻ വഴിയേ പറയാം. കുറച്ച് പേർക്കെങ്കിലും അറിയുണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഹോട്ടലിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് ടൈഗറിനെയൊക്കെ ലൈവായി കണ്ടുകൊണ്ട് ഇരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അത് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ കുട്ടികൾ കുറച്ച് നേരമൊക്കെ കളിച്ചു. പിന്നെ നമ്മൾ ടൈഗറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് കേട്ടോ പോകുന്നത്. എങ്ങനെയാവുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ടൈഗറിൻ്റെ ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും കേട്ടോ. പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അത്ര വലിയ ഒരു പൂച്ചക്കുട്ടീൻ്റെ അടുത്തൊക്കെ നിൽക്കണ പോലെ കേട്ടോ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തും വരട്ടെ, നമുക്ക് ഫോട്ടോ എടുക്കാം, അത്രയും എമൗണ്ടൊക്കെ കൊടുത്തിട്ട് പോയതല്ലേ, അപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് നിന്നതാട്ടോ. ഏത് നിമിഷം ഓടാം എന്നുള്ള രീതിയിലാട്ടോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ടൈഗേഴ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ ബേബി ടൈഗറിന് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് ചെയ്തു കേട്ടോ. കുട്ടികളാണ് ചെയ്തത്. എല്ലാത്തിനും അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പോരാത്തതിന് നമ്മൾ ലയണിന് ഫീഡ് ചെയ്യാം. പിന്നെ വാക്ക് വിത്ത് ടൈഗർ, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അവിടുത്തെ. അതിന് റേറ്റും കുറച്ച് കൂടുതലാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ ക്രൊക്കഡൈലിൻ്റെ സംഭവങ്ങളുണ്ടായിരുന്നു, അത് കണ്ടു. പക്ഷേ അത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ് ഞാൻ. പിന്നെ ചന്തൊട്ടിനൊക്കെ ആണെങ്കിൽ നമ്മൾ റാബിറ്റിന് ഫീഡ് ചെയ്യണ സംഭവത്തിൽ കയറി. അപ്പോൾ അത് അവരെല്ലാവരും കൂടി റാബിറ്റിന് ഫീഡ് ചെയ്യേണ്ടി. സംഗതി എന്തായാലും പൊളിയാണ് കേട്ടോ ഈ ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞത്. കുറച്ചൊരു ധൈര്യത്തിൻ്റെ കുറവ് മാത്രമല്ല ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ കൂടെ ഇരുന്ന് ഫീഡ് ചെയ്യാം, നമുക്ക് അതിൻ്റെ കൂടെ നടക്കാം, പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. സംഭവം എല്ലാവരും വന്ന് കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ തായ്ലൻഡിലെ മറ്റു വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.